പ്രിയമുള്ളവരെ, ഒരു ദേശത്തിൻ്റെ കഥ എന്ന വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, എസ്.കെ. പൊറ്റക്കാടിൻ്റെ. ആ പുസ്തകത്തിലെ ഒരു കഥാപാത്രം ആലോചിക്കുന്നൊരു വിഷയം എസ്.കെ. പൊറ്റക്കാട് എഴുതുന്നത് ഇങ്ങനെയാണ്: ജീവിതം വിചിത്രമായൊരു തെരുവീഥിയാണ്. കൂടിച്ചേരലുകളെക്കാൾ വേർപിരിയലുകളാണ് ആ തെരുവിൽ നിറയെ. പൊറ്റക്കാട് എത്ര ശരിയായിരുന്നു എന്ന് ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. എത്ര മനുഷ്യരാണ് വന്നതും യാത്ര പോലും ചോദിക്കാതെ ഒരു ദിവസം ഇറങ്ങിപ്പോയതും. കണ്ടുമുട്ടുകയും സ്നേഹിക്കുകയും ചിലപ്പോൾ ആത്മാവിനോളം അടുത്തെത്തുകയും ഒക്കെ ചെയ്യുമെങ്കിലും ചിലർ നമ്മുടെ ജീവിത പുസ്തകത്തിൽ നിന്ന് ഒരു നിമിഷം മുതൽ കാണാതാകുന്ന അക്ഷരങ്ങളാണ്. ചിലരുടെ ജീവിതത്തിൽ നിന്ന് നമ്മളും അങ്ങനെ കാണാതായ അക്ഷരങ്ങളായിരിക്കും. നമുക്കൊക്കെ ഒരു തിരക്കഥയുണ്ടല്ലോ, ആയുസ്സിൻ്റെ തിരക്കഥ. ആ തിരക്കഥയിൽ പേരില്ലാത്ത മനുഷ്യർ അതിഥികളായി കയറി വരുന്നതാണ്. മുഴുനീളം അവരുണ്ടാകുമെന്നൊക്കെ വെറുതെ തോന്നിക്കുന്നതാണ്. കുറച്ച് സീനിലേ കാണൂ, പിന്നെ അവർ കാണാതാകും. ഒരേ ആഴത്തിൽ സ്നേഹിക്കുന്ന മനുഷ്യരെ കിട്ടുന്നതാണ് വലിയ ഭാഗ്യം. എത്ര അടുപ്പത്തിൽ നമ്മുടെ ഉള്ളിൽ അവരുണ്ടോ അത്രയും ആഴത്തിൽ അവരുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ. കിട്ടാവുന്നതിൻ്റെ ഏറ്റവും രസമുള്ള അനുഭവമാണത്. പക്ഷേ നമ്മൾ മനുഷ്യർ പാവങ്ങളാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആളും നമ്മളെ സ്നേഹിക്കുന്നയാളും എപ്പോഴും ഒരേ ആൾ തന്നെ ആവണമെന്നില്ല. എത്ര തന്നെ അവരുടെ മനസ്സിൽ നമ്മളില്ല എന്നറിഞ്ഞാലും അവരെത്രയേറെ നമ്മളെ അവഗണിച്ചാലും നമ്മൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില മുഖങ്ങളുണ്ട്. വലിച്ചെറിഞ്ഞാലും കയ്യെത്തും ദൂരത്ത് ചെന്ന് വീഴുന്ന ചില ഓർമ്മകൾ. പിന്നെയും പിന്നെയും നമ്മളതങ്ങനെ എടുത്തു നോക്കും, അല്ലേ? പോയാലും പോവാൻ വിടാതെ മനസ്സ് ആ ഓർമ്മകളുടെ പിന്നാലെ ചെല്ലും. എനിക്ക് നിനക്കെന്തെങ്കിലും തരാൻ കഴിയുമായിരുന്നെങ്കിൽ എൻ്റെ കണ്ണുകൾ നിനക്ക് തരും. അതിലൂടെ നോക്കിയാൽ നിനക്ക് മനസ്സിലാകും എനിക്ക് നീ എത്ര വിലപ്പെട്ടതാണ് എന്ന്. കടലിലെ ഉപ്പ് പോലാണ് ചില ഓർമ്മകൾ. സിരകളിൽ അള്ളിപ്പിടിച്ച് പോവാതെ നിൽക്കും. എന്നാലും നമ്മളെ സ്നേഹിക്കുന്നവരുടെ പിന്നാലെ മാത്രമേ ചെല്ലാവൂ. നമ്മളെ സ്നേഹിക്കാത്തവരുടെ പിന്നാലെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നതൊക്കെ പിന്നെയും പിന്നെയും നമ്മളെ നിരാശയുടെ കുഴിയിലേക്ക് വീഴ്ത്തുകയേ ഉള്ളൂ, അല്ലേ? നന്നായി സ്നേഹിക്കുന്ന മനുഷ്യന്മാർക്ക് നന്നായി വെറുക്കാനും കഴിയുമോ? അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്. നല്ലോണം സ്നേഹിച്ച മനുഷ്യന്മാർ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ അകലുകയും പിന്നീട് വലിയ ശത്രുതയും വെറുപ്പുമൊക്കെ നമ്മളോട് വെച്ച് പുലർത്തുകയും ചെയ്യാറില്ലേ? അതെങ്ങനെയാണ് മനുഷ്യന് സാധിക്കുന്നത്? ഈ അടുത്ത് ഒരു ഉപമ വായിച്ചു, അത് വളരെ ശരിയാണെന്ന് തോന്നി. മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. അതൊരു കണ്ണാടി പോലെയാണ്. കണ്ണാടി നല്ല ഭംഗിയാണല്ലോ, നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരികയും ചെയ്യും. പക്ഷേ അതേ കണ്ണാടി തന്നെ ഒന്ന് പൊട്ടിയാൽ എന്താ സംഭവിക്കുക? പിന്നെ അതിൻ്റെ പേര് കണ്ണാടി എന്നല്ല, പിന്നെ അതിൻ്റെ പേര് ചില്ല് എന്നാണ്. ചില്ലായി കഴിഞ്ഞാലേ അതൊരായുധമാണ്. നല്ല മൂർച്ചയുള്ള, പെട്ടെന്ന് മുറിവേൽപ്പിക്കുന്ന ഒരായുധമായി അത് തീരുകയാണ്. ഇതുപോലെയാണ് പലപ്പോഴും മനുഷ്യരുടെ സ്നേഹം എന്ന്. നന്നായി സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യന് തന്നെ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ അകലുകയും അകന്നു കഴിഞ്ഞാൽ പിന്നെ നന്നായി വെറുക്കാനും കഴിയുന്നത് അങ്ങനെയാണ്.
നമ്മൾ മനുഷ്യരെ സ്നേഹിക്കാതിരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഒരിക്കൽ സ്നേഹിച്ചു പിന്നീട് അകലേണ്ടിയും വന്നേക്കാം. അതും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദ്രോഹിക്കുന്നതാണ് കുഴപ്പം. മനുഷ്യരെ ഇങ്ങനെ വെറുക്കുന്നതാണ് കുഴപ്പം.